ലാലേട്ടനെ ഫാമിലി മാനായി കിടില രീതി പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മറ്റൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ് അതിമനോഹരം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ കറൻലി ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ 18 കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് നോക്കുമ്പോൾ ഏകദേശം 92 ഡേയ്സിന് അടുത്തോളം വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ടീം മോസ്റ്റ്ലി മുംബൈയിലായിരിക്കും ചിത്രത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചിത്രത്തിൻ്റെ ടീം എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ 31 ചിത്രം മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാനാണ്. സ്പൈഡർമാൻ്റെ ഏറ്റവും പുതിയ സീസണാണ് തിയേറ്റർ റിലീസിൽ വരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രം. ഈ ഒരു ചിത്രം വരുന്ന ജൂലൈ 31 ആയിരുന്നു റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഒരു ദിവസം മുൻപേ ജൂലൈ 13 എന്ന ചിത്രം തിയേറ്റർ റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റോട് ആദ്യം ചോദിച്ചുള്ളത് കൽക്കി 2 എന്ന ചിത്രത്തെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. കൽക്കി 2 ഷൂട്ടിംഗ് അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ചിത്രത്തിൻ്റെ മേജർ പോർഷൻസ് ഉൾപ്പെടെ എല്ലാം കൂടെ അടുത്ത വർഷം ഏപ്രിലോടെ കംപ്ലീറ്റ് ആക്കാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ചിത്രം അടുത്ത വർഷം ഡിസംബർ മാസമായിരിക്കും ഗ്രാൻഡ് ആയിട്ട് തിയേറ്റർ റിലീസിനെത്തുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. വലിയൊരു ക്യാൻവാസിലും നല്ലൊരു ടൈം എടുത്തുമാണ് ചിത്രത്തിൻ്റെ ടീം ഈ ഒരു പടം ചെയ്യുന്നത്. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചുള്ളത് അതിരടി ചിത്രത്തിൻ്റെ OTT റിലീസിനെ പറ്റിയാണ്. ചിത്രം വരുന്ന ജൂൺ 19 OTT റിലീസിനെത്തുന്നത്. ഇപ്പോൾ സോണി ലൈവ് വഴി OTT റിലീസിനെത്തുന്നതുകൊണ്ടൊക്കെ തന്നെ ജൂൺ 18 ഉച്ച കഴിയുന്നതോടു കൂടിയൊക്കെ തന്നെ സ്ട്രീമിംഗ് ഉണ്ടാകുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് കാർത്തിക് സുബ്രാജ് സൂര്യ പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ തന്നെയാണ്. പിന്നെ കറുപ്പ് 2 പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ലൈനപ്പിൽ പറയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇനിയും സൂര്യ റിലീസിനൊരുങ്ങുന്ന ചിത്രം എന്ന് പറയുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രമാണ്. അതൊരു വെങ്കിയ ലൂരി പടമാണ്, മറ്റേ ലക്കി ഭാസ്കറിൻ്റെ ഒക്കെ പുള്ളിയുടെ പടം. പിന്നെ അതിനുശേഷം വരുന്നത് രോമാഞ്ചം ആവേശത്തിൻ്റെ ഒക്കെ പുള്ളിയുടെ ജിത്തു മാധവിൻ്റെ ഗലാട്ട എന്ന പേര് വരുമെന്നുള്ള സൂര്യ 47 എന്ന പടമാണ്. അതിനുശേഷം ജയ് ഭീം എന്ന ഡയറക്ടറിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് TJ നാനവലിൻ്റെ, അതായിരിക്കും സൂര്യ 48 എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. സൂര്യ 49 ഒരു പ്രോപ്പർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടില്ല. വേണമെങ്കിൽ അതൊരു കാർത്തിക് സുബ്രാജ് പടമാകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആളുടെ പ്രൊജക്റ്റ് കയറി വരുമോ എന്നറിയില്ല. അതിനെപ്പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ സൂര്യ 15 പറ്റി പറയുകയാണെങ്കിൽ അതൊരു നെൽസൻ്റെ പടമായിരിക്കും എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. നെൽസനാണ് ഈ ഡോക്ടറും ജയിലറൊക്കെ പോലുള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ. അടുത്തായി ചോദിച്ചുള്ള പ്രഭാസിന് തന്നെ സ്പിരിറ്റ്, ഫൗസി എന്നീ പടങ്ങളെ പറ്റിയാണ്. സ്പിരിറ്റിൻ്റെ ഇപ്പോൾ കറൻലി ആയിട്ടുള്ള പ്രഭാസിൻ്റെ പോർഷൻസിലുള്ള ഷൂട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഫൗസി എന്ന ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ഷൂട്ടിംഗും പരിപാടികളൊക്കെ വരുന്ന ഡിസംബർ മാസത്തോടെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ആൻ്റണി വർഗീസ് പേപ്പയുടെ ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷനോടുകൂടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് എൻ്റർടൈനർ പടമായിരുന്നു കാട്ടാളൻ എന്ന ചിത്രം. പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള എക്സ്പെക്ടേഷനെ ഹൈപ്പിനെ ഒന്നും ഒരു തരത്തിൽ സാറ്റിസ്ഫൈ ആക്കാതെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു ചിത്രമായി മാറിയിരിക്കുകയാണ്. കാരണം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് 6 കോടി രൂപയാണ്. വേൾഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 20 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ചിത്രത്തിനെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 50 കോടി രൂപയ്ക്ക് അടുത്തോളം ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുള്ള പടമായിരുന്നു. ചിത്രം ഇപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി ഇറങ്ങിയത് വെച്ചൊരു ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ തന്നെയായി മാറിയിരിക്കുകയാണ് കാട്ടാളൻ എന്ന ചിത്രം. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മന്നാടി എന്ന ചിത്രം. ചിത്രം വരുന്ന സെപ്റ്റംബർ 4 തിയേറ്റർ റിലീസ് ചെയ്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പവൻ കല്യാണിന് ഒരു പവർ ബാക്ക് കംബാക്ക് കൊടുത്തിട്ടുള്ളൊരു പടമായിരുന്നു OG എന്ന ചിത്രം. ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ഇപ്പോൾ അപ്ഡേറ്റ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2ാം ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിങ്ങിലാണ്. ചിത്രത്തിലെ പ്രീക്വലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ബട്ട് സീക്വലിനാണ് കുറച്ചുകൂടി ടൈം എടുക്കുന്നത്. എന്തായാലും ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് എടുക്കുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ഓണം ക്ലാഷിന് ഒരുങ്ങുന്ന പൃഥ്വിരാജ് പടമാണ് ഖലീഫ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ ദുബായിലായിട്ടുള്ള ഷെഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിന് ഹ്യൂജ് എക്സ്പെക്ടേഷനും പരിപാടികളൊക്കെ തന്നെയാണ് ഉള്ളത്. കാരണം ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ തന്നെ പെട്ടെന്ന് തീർക്കാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലൈവർ രജനീകാന്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ജയിലർ 2 എന്ന ചിത്രം. ഈ ഒരു പടത്തിൽ ഹൃതിക് റോഷൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 3, അതായത് ഏകദേശം ഒരു ജൂൺ 22 അല്ലെങ്കിൽ 23 തന്നെ ഈ ഒരു ക്യാമിയോ റോളിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഹൃതിക് റോഷൻ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ഹൃതിക് റോഷൻ്റെ എൻട്രി വരിക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒരു ഹൈ ഓക്ടേൻ്റെ ആക്ഷൻ സീക്വൻസും ചിത്രത്തിൻ്റെ ടീം അതിനോടൊപ്പം തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ചിത്രം വരുന്ന സെപ്റ്റംബർ മാസമാണ് വേൾഡ് വൈഡ് തിയേറ്റർ റിലീസായാലും ടാർഗറ്റ് ചെയ്യുന്നത്. DKൻ്റെ ലീഡിൽ ഈ വരുന്ന ഓണം റിലീസിന് അടുത്ത കട്ടക്ക് വയ്ക്കാൻ പറ്റിയൊരു കിടിലം പ്രൊജക്റ്റ് തന്നെയാണ് അയാം ഗെയിം എന്ന ചിത്രം. കാരണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കിങ് ഓഫ് കൊത്ത എങ്ങാണ്ട് 2023 ലാസ്റ്റ് ആയിട്ട് DKൻ്റെ ഒരു മലയാള പടം തിയേറ്റർ റിലീസിന് എത്തിയിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ഓഫ് പടമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ആം ഗെയിമിനെ. കാരണം ദുൽഖർ തന്നെ പറഞ്ഞിട്ടുള്ളത് താൻ്റെ ഇതുവരെ വന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും സ്റ്റൈലിഷ് പടം ഐ ആം ഗെയിമാണ്. പിന്നെ സ്പോർട്സ് എലമെൻറ്റ്സ് ഉണ്ട്, ഫ്ലാഷ് ബാക്ക്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നഹാസ് ഹിദായത്തിലുള്ള പ്രതീക്ഷയുണ്ട്. കാരണം പുള്ളിയാണ് RDX ഒക്കെ എടുത്തത്. പുള്ളിയുടെ സെക്കൻഡ് പടമാണ് ഇത്. അതിൻ്റേതായ രീതിയിൽ പുള്ളി നല്ല രീതിയിൽ ഈ ഒരു പടം എടുത്തു വെക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു രീതിയിലുള്ള ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ പരിപാടികളൊക്കെ തന്നെയുണ്ട്. ചിത്രത്തിലെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് മെയിനായിട്ടുള്ള മെയിൻ സ്ക്രീൻസൊക്കെ കേരളത്തിലെ എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ഐ ആം ഗെയിം എന്ന ചിത്രം ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസും കൂടെ ആയതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള സ്ക്രീൻ കൗണ്ട് ഈ ഒരു ചിത്രത്തിന് കിട്ടാൻ തന്നെ കാരണം. അതിനോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂട്ടാൻ ചിത്രത്തിന് ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന 28-ന് പുറത്തിറക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. 28-ന് ആ ഒരു വീക്കിൽ തന്നെ ഏകദേശം പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്, 4th വീക്കിൽ ഏകദേശം. കാരണം ഇപ്പോൾ പ്രോപ്പർലി ഡേറ്റ് നമ്മൾ ഒഫീഷ്യലി പറയാറായിട്ടില്ല. ചിത്രത്തിൻ്റെ വർക്കിങ്ങിനെ പെട്ടെന്ന് തീർക്കുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ 22 ആകാം, 24 ആകാം. ഇപ്പോൾ 28 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് കൺഫേം ആക്കാനുള്ള ഡേറ്റും കാണുന്നത് ഈ വരുന്ന 28-ന് തന്നെയാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ അടുത്തൊരു ഹ്യൂജ് ഹിറ്റായി മാറിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ദൃശ്യം 3 എന്ന ചിത്രം. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 88 കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് 1.5 കോടിയുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ 2018 ചിത്രത്തിൻ്റെ കേരളത്തിലുള്ള ഫൈനൽ കളക്ഷൻ ബ്രേക്ക് ചെയ്യാതെ പോയത്. ചിത്രം ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ട് ഏകദേശം 235 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ ഒരു ഹ്യൂജ് ഹിറ്റായി തരാൻ മാറിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന് OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കമൻറ്റ് വഴി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു OTT റിലീസ് എന്നാണെന്ന്. ഈ ഒരു സിനിമ ഈ വരുന്ന ജൂൺ 18-ന് ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസിലെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്.